ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. 2024 പുതുവർഷത്തിന്റെ എല്ലാ ആശംസകളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. നിങ്ങളുടെ ഈ വർഷം സമൃദ്ധിയുടെ വർഷമായി, അനുഗ്രഹങ്ങളുടെ വർഷമായി, സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമായി രൂപാന്തരപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വർഷം കർത്താവായ ദൈവം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ കർത്താവും നാം അവിടുത്തെ മക്കളുമായി ജീവിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വർഷം നമ്മുടെ കണ്ണുനീരൊപ്പി, നമ്മുടെ എല്ലാ ദുഃഖവും നിരാശയും ഭയവും ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റി അവിടുന്ന് നമുക്ക് അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹങ്ങൾ നൽകി ഈ വർഷത്തെ എല്ലാ രീതിയിലും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇനി മുറവിളിയോ വേദനയോ ദുഃഖമോ ഉണ്ടാവുകയില്ല. വചനം പറയുന്നു, പഴയതെല്ലാം കടന്നുപോയി, ഇതുവരെ ഉണ്ടായ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നുപോകും, നിരാശയും ഭയവും കടന്നുപോകും. കർത്താവായ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തെ ഭരണം നടത്തും. അതിനാൽ ആത്മവിശ്വാസത്തോടെ ഈ വർഷം നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ ശക്തമായ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. നാം ഭയപ്പെടരുത്. കർത്താവാണ് നമ്മെ വഴി നടത്തുന്നത്. അനിശ്ചിതമായ ഭാവി കണ്ടാലും കർത്താവിന്റെ കരം നാം പിടിച്ചിട്ടുണ്ട് എങ്കിൽ വിശ്വസിക്കുക, തീർച്ചയായും നിങ്ങളെ ദൈവം ഉയർത്തിയിരിക്കും. നമുക്ക് സാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഈ വർഷം കർത്താവ് നിങ്ങൾക്ക് നടത്തിത്തരും. വിശ്വാസത്തോടെ നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവായ ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കുന്ന വർഷമാണ് 2024. നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒപ്പം നാം ഓരോ ദിവസവും വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ ഒരു നിയോഗം ദൈവത്തിന്റെ സ്വഭാവത്തിന് നാം അർഹരാകുന്നതിനു വേണ്ടിയാകണം. സ്നേഹം, ദയ, വിനയം, ക്ഷമ, അങ്ങനെ ധാരാളമുള്ള ദൈവിക സ്വഭാവം, അതിൽ ഓരോ സ്വഭാവം ഓരോ ദിവസവും നിങ്ങൾ നിയോഗമായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളുടെ മറ്റു നിയോഗങ്ങളും ദൈവം സാധിച്ചു തരും. കർത്താവിന്റെ സ്വഭാവം അർഹരാകുകയാണ് മനുഷ്യരായ നമ്മെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ തന്നെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് അർഹരാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്കൊന്നും അസാധ്യമല്ല. ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുന്നു. അവിടുന്ന് നമുക്കെല്ലാം സാധിച്ചു തരും. കർത്താവ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും നിരാശകളും എടുത്തു മാറ്റി ഈ വർഷം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുഗ്രഹവും സംരക്ഷണവും അഭിവൃദ്ധിയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കും. അതിനാൽ നമ്മുടെ വിശ്വാസം ഓരോ നിമിഷവും വർദ്ധിപ്പിക്കുകയും കർത്താവിൽ കൂടുതൽ ശരണം പ്രാപിക്കുകയും എല്ലാറ്റിനും എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. തീർച്ചയായും ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുകയും നിങ്ങളെ ഉയർത്തുകയും ചെയ്യും. ഈ വിശ്വാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് നന്മ വരുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് കർത്താവ് വലിയ പ്രതിഫലം നൽകിയിരിക്കും. ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിനായി, ലോകം മുഴുവനും ദൈവവചനവും പ്രാർത്ഥനയും എത്തുന്നതിനും, ലോകം മുഴുവനിലും ദൈവത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിനും നമുക്ക് ആവുന്നത്ര ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും ദൈവം നിങ്ങളെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പഴയതെല്ലാം കടന്നുപോയി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതിയ വർഷം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഈ പകൽക്കാലം ഒരു പുതിയ വർഷത്തിന്റെ പുലരി കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലർക്കും ഈ വർഷം കാണാൻ കഴിയാതെ മൺമറഞ്ഞു പോയ ഈ അവസരത്തിൽ അങ്ങ് ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾക്ക് അവകാശമായി അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വേദനയും വിഷമങ്ങളും വിദ്വേഷങ്ങളും മുറിവുകളും എല്ലാം എടുത്തുമാറ്റി, നിരാശയും ദുഃഖവും ഭയവും എടുത്തുമാറ്റി പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മിഴികളിൽ നിന്ന് മിഴിനീർ ഒപ്പിയെടുക്കണമേ. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി എന്നരുളി ചെയ്ത ഈശോനാഥ, ഈ വർഷം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഏവരും പാത്രരാകുവാൻ, എളിമയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എന്തെന്നാൽ എളിമയുള്ളിടത്ത് മാത്രമേ കർത്താവിന്റെ കാരുണ്യം ഒഴുകിയെത്തുകയുള്ളൂ. താഴ്മയുള്ളിടത്തെ ദൈവത്തിന്റെ അനുഗ്രഹം എത്തുകയുള്ളൂ. ദൈവമേ, അതിനാൽ ഇന്നത്തെ ഞങ്ങളുടെ ഒരു നിയോഗം എളിമയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെപ്പോലെ എളിമയുള്ളവനായി ജീവിക്കുവാൻ, വളരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയെന്ന വലിയ പുണ്യം അവിടുന്ന് നിക്ഷേപിക്കണമേ. ദൈവമേ, ഇത് ഞങ്ങളുടെ ഒരു നിയോഗ പ്രാർത്ഥനയായി അവിടുന്ന് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ദാനങ്ങളിലും അപ്പുറമാണ് ദാതാവായ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ അറിയുകയും അങ്ങയുമായൊരു ആത്മബന്ധം പുലർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കണം. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഇന്നുവരെ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനിപ്പോൾ നന്ദി പറയുന്നു. എന്നാൽ ദൈവമേ, അത് കഴിഞ്ഞു വീണ്ടും ഞങ്ങളുടെ ഹൃദയം ശോകപൂർണമാകുന്നു. എന്നാൽ ദാതാവുമായി, ദാനങ്ങൾ തരുന്ന ദൈവവുമായി ഞങ്ങൾ ഒരു ആത്മബന്ധം പുലർത്തിയാൽ ഞങ്ങൾക്ക് എപ്പോഴും
സന്തോഷമായിരിക്കും. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും സന്താപമോ ദുഃഖമോ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ ദാനങ്ങൾ തരുന്ന ദൈവത്തെയാണ് ഞങ്ങൾ കൂടുതൽ അറിയുന്നത്. ദാനങ്ങളെക്കാൾ അപ്പുറം ഞങ്ങളുടെ ദാതാവായ ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവുമായി ഒരു ഗാഠബന്ധം നിലനിർത്തുവാൻ ദൈവമേ ഈ 2024 ഞങ്ങളെ സഹായിക്കണമേ. ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദുഃഖമോ ദുരിതമോ മരണമോ ഇല്ലായ്മയോ പട്ടിണിയോ തളർച്ചയോ വരൾച്ചയോ പരാജയമോ വന്നാലും കർത്താവേ, എൻ്റെ കർത്താവുമായുള്ള ഗാഠമായ ബന്ധം ഞാൻ നിലനിർത്തുമ്പോൾ എനിക്കൊന്നിനും കുറവ് വരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാരവും പ്രയാസങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുമായുള്ള ഒരു ബന്ധം, ഗാഠബന്ധം നിലനിർത്തി ഞങ്ങളുടെ തന്നെ എല്ലാ ഭാരവും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറവുകൾ അങ്ങ് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായി അവിടുന്ന് പ്രവർത്തിക്കും. ഞങ്ങളുടെ എല്ലാ കുറവുകളും തുടച്ചു നീക്കാൻ തക്കവണ്ണം ദൈവമേ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവുമായുള്ള ഗാഠബന്ധം പുലർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹിമ പ്രതാപവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും നിലനിർത്തണമേ. എല്ലാ മേഖലയിലും അങ്ങ് ഞങ്ങളെ കഴിഞ്ഞ വർഷം മുഴുവൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, വീണ്ടും ഈ പുതുവത്സര പിറവി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ പാപക്കറകളിൽ നിന്നും ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് പാപത്തിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ദൈവത്തിന്റെ സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപം ചെയ്യാതെയുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം ഈശോയെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു തരണമേ. ദൈവമേ, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ പുതുവർഷത്തിൽ കൂടുതൽ പ്രവർത്തനക്ഷമത ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പിതാവായ ദൈവത്തോടൊപ്പം സദാ പ്രവർത്തന നിരതരായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് അലസതയും മടിയും പൂർണ്ണമായി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കർത്താവെ, കൂടുതൽ അധ്വാനശീലികളായി മാറാൻ ഈ പുതുവർഷത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഈ പുതുവർഷത്തിലെ ഞങ്ങളുടെ എല്ലാ നല്ല തീരുമാനങ്ങളും പരിപൂർണമായി പ്രാവർത്തികമാക്കാൻ ദൈവപുത്രനായ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ കൂടുതലായി അഭിഷേകം ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിന്, പ്രയത്നത്തിന് ഫലമുണ്ടാകുവാൻ അങ്ങയുടെ ഫലദായകമായ കരങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ ഈ പ്രഭാതത്തിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യത്തെയും രോഗപീഠകളെയും അസ്വസ്ഥതകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടബാധ്യതയും സമ്പത്തിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെയും ബന്ധുമിത്രാദികളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ബോധ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പുതുവർഷ പുലരിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. എല്ലാ നല്ല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കൂടുതൽ അധ്വാനശീലികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ അധ്വാനത്തിൽ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങളുടെ കർത്താവിൽ അത് നിഷ്ഫലമാകുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ എല്ലാ മേഖലയിലും കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ ഫലം കണ്ടെത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഈ വർഷം ഞങ്ങൾ കൂടുതൽ നല്ല സ്വപ്നങ്ങൾ കാണുന്നതിനും അത് നേടിയെടുക്കുന്നതിനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും കൂടുതൽ ഉയർന്ന ചിന്താഗതിയിലേക്ക് വരുവാനും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനും കർത്താവിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. എന്തെന്നാൽ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ചിന്തയിലുള്ള എല്ലാ സ്വപ്നങ്ങളും അവിടുന്ന് ഞങ്ങൾക്കൊരു ദിവസം പ്രാവർത്തികമാക്കി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ എൻ്റെ പിതാവായ ദൈവം, സർവഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഉടയവനായ എൻ്റെ പിതാവായ ദൈവത്തിൽ നിന്നും ഞാൻ ധാരാളം നന്മകൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും, ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന എല്ലാ നന്മകളും അവിടുന്ന് എനിക്ക് ഈ വർഷം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ അങ്ങയുമായുള്ള ബന്ധം ഞാൻ കൂടുതൽ ഉറപ്പിക്കുവാൻ, ദൃഢപ്പെടുത്തുവാൻ ഈ വർഷം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ഈ തീരുമാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, കൂടുതൽ പ്രതീക്ഷിക്കുവാൻ, ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്തണമേ. കർത്താവ് അഹങ്കാരികളെ താഴ്ത്തുന്നു, എളിമയുള്ളവരെ ദൈവം ഉയർത്തുന്നു എന്നരുളി ചെയ്ത ഈശോയെ, ദൈവത്തിൽ നിന്നും കൂടുതൽ നന്മകൾ ഞങ്ങൾ പ്രാപിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയെന്ന മഹാപുണ്യം നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, എളിമയുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ ഈശോയ്ക്കുള്ള എളിമ, ഹൃദയത്തിന്റെ എളിമ ഞങ്ങൾക്കും ഇന്ന് തരണമേ. ഈ വർഷം ഞങ്ങൾ എല്ലാ വർഷത്തെക്കാളിലും ഉപരിയായി കൂടുതൽ എളിമപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ബന്ധങ്ങളിലും ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ബിസിനസ് മേഖലയിലും കൂടുതൽ എളിമയുള്ളവരായി വർത്തിക്കുവാൻ, അങ്ങനെ ദൈവത്തിന്റെ കൃപ കൂടുതലായി ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. എളിമയെന്ന മഹാപുണ്യത്താൽ, എളിമയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ശക്തനായ ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോട് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് എളിമയെന്ന വലിയ അനുഗ്രഹം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്രത്തോളം ഞങ്ങൾക്ക് എളിമയുണ്ടോ അത്രത്തോളം അവിടുന്ന് ഞങ്ങളെ ഉയർത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, എളിമയുള്ള ഒരു ഹൃദയം നൽകി, താഴ്മയുടെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓരോ നിയോഗവും അങ്ങ് സാധിച്ചു തരുമ്പോൾ അതിനുപരിയായി അങ്ങയുടെ സ്വഭാവവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും അങ്ങയുടെ ഓരോ പുതിയ സ്വഭാവം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ രോഗപീഠകളിൽ സൗഖ്യം കൊടുത്തണമേ. കർത്താവെ, പരീക്ഷയുള്ള എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ അധ്യയന വർഷത്തിലെ എല്ലാ പഠന വിഷയങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിന് കൂടുതൽ ഉയർച്ച ലഭിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ഈ മാസത്തെ പരീക്ഷയെ സമർപ്പിക്കുന്നു. കർത്താവെ, പൂർണ്ണ വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, വിദേശത്തേക്ക് പോകുന്ന എല്ലാ മക്കൾക്കും അതിന് ആവശ്യമായ വിസയും മറ്റു ഡോക്യുമെന്റ്സും അവിടുന്ന് നൽകി അവരെ സഹായിക്കണമേ. കർത്താവെ, വിദേശത്തുള്ള ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാ മേഖലയിലും സുരക്ഷിതത്വം നൽകി സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഈ വർഷം വിവാഹിതരാകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഒരു ഉന്നതമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ആവശ്യമായ എളിമയും ദൈവിക കൃപാവരങ്ങളാലും ഓരോ ദമ്പതിമാരും നിറയുന്നതിനു വേണ്ടി, പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിനു വേണ്ടി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ എല്ലാവരും
ഈശോയിൽ കൂടുതൽ എളിമപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നതിനും അതിനുള്ള കൃപയ്ക്കും വേണ്ടി ഈ വർഷം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്തെന്നാൽ അനാദി മുതലേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ജീവിത പങ്കാളി കൃത്യസമയത്തിന് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എത്തിച്ചിരിക്കും. കർത്താവെ, കുടുംബജീവിതം അങ്ങാണല്ലോ സ്ഥാപിച്ചത്. കുടുംബജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ ദൈവിക വരങ്ങളും നൽകി ഓരോ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ. പ്രത്യേകിച്ച് എല്ലാ ദമ്പതിമാരെയും കുടുംബജീവിതം നയിക്കുന്നതിന് ആവശ്യമായ ജ്ഞാനവും വിശുദ്ധിയും വിശ്വസ്തതയും അറിവും എളിമയും നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വർഷം ഞങ്ങളുടെ ജോലിയെ പ്രത്യേകം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ വർഷത്തിൽ ഞങ്ങളുടെ എല്ലാ ജോലിയിലും സുരക്ഷിതത്വം നൽകണമേ. കൂടുതൽ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഈ വർഷം ഞങ്ങൾ തുടങ്ങാനിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിലും, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഞങ്ങളുടെ എല്ലാ ബിസിനസ്സുകളിലും ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നീതിപൂർവമായ ബിസിനസ് ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. എന്തെന്നാൽ നീതിപൂർവമായി ആരൊക്കെ ബിസിനസ് ചെയ്യുന്നു അവരെ കർത്താവ് എപ്പോഴും ഉയർത്തുക മാത്രമേ ചെയ്യുള്ളൂ. എന്തെന്നാൽ കർത്താവ് നീതിയിൽ വിശ്വസ്തനാണ്. നീതിമാനായ മക്കൾക്ക് ഒരിക്കലും ദൈവം ഒരു കുറവ് നൽകത്തില്ല. നീതിമാൻ ഒരിക്കലും കുലുങ്ങുകയില്ല. ഏതൊക്കെ പ്രതിസന്ധിയിലോ ക്ഷാമത്തിലോ വെള്ളപ്പൊക്കത്തിലോ തകർച്ചയിലോ യുദ്ധത്തിലോ മുറവിളിയിലോ എന്തു വന്നാലും നീതിമാന് കുലുക്കം തട്ടുകയില്ല. എന്തെന്നാൽ നീതിമാന്റെ ദൈവം കർത്താവാണ്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതിനാൽ ദൈവത്തിന്റെ ഓരോ ദിവസവും ദൈവത്തിന്റെ സ്വഭാവത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ കൂടുതലായി ആത്മീയമായി നാം ആഗ്രഹിക്കാം. ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കാം. എല്ലാ ഭൗതിക ജീവിതത്തെ തുലനം ചെയ്തു നോക്കിയാലും ആത്മീയ ജീവിതത്തോട് അപ്പുറം വരില്ല. അതിനാൽ തന്നെ ആത്മീയ സന്തോഷം അത് എന്നേരവും നിലനിൽക്കുന്ന സന്തോഷമാണ്. അതിനാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വഭാവത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ 2024 വർഷം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവവുമായി ഒരു ഗാഢബന്ധത്തിൽ നാം ഏർപ്പെടണം. അതിനായി നാം പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ഈ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. അവരുടെ 3 നിയോഗങ്ങൾ, ഇന്ന് അവർ അങ്ങയോട് ചോദിക്കുന്ന 3 നിയോഗങ്ങൾക്ക് മുന്നിൽ അങ്ങ് സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം ഇവർക്ക് മേലെ തുറക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ അനുഗ്രഹത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന് എളിമയെന്ന മഹാപുണ്യം നൽകി അനുഗ്രഹിക്കണമേ. എളിമയുടെ പരിശുദ്ധാത്മാവേ, എന്നേരവും ഞങ്ങളുടെ ഹൃദയത്തിൽ വാണ് ഞങ്ങളെ ഓരോ നിമിഷവും മുന്നോട്ട് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വർഷം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അവിടുന്ന് പൂർണ്ണമായ സംരക്ഷണം ഏർപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം വസ്തു ക്രയവിക്രയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ആമേൻ.
പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം ഈ വർഷം ഓരോ നിമിഷവും ഞങ്ങൾക്കുണ്ടാകണമേ. എല്ലാ വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും കാവലും കരുതലും ഈ വർഷം മുഴുവനും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ 2024 വർഷം എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ചയും അനുഗ്രഹവും നൽകട്ടെ. പ്രത്യേകമായ സംരക്ഷണവും സഹായവും നൽകി ഓരോ നിമിഷവും നിങ്ങളെ വഴി നടത്തട്ടെ. എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വിജയവും അനുഗ്രഹവും നൽകി കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ, മഹത്വപ്പെടുത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.